everyone, welcome to Franklin's Lectures. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഫോർ ഇൻഫോർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസിലെ മൊഡ്യൂൾ സെക്കൻഡിന്റെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. റൈറ്റ് എനി 3 മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജി. അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന 3 മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഫസ്റ്റത്തേതാണ് ഡയമണ്ട്സ്, അതുപോലെ നാനോ വയേഴ്സ്, അതുപോലെ തന്നെ മെറ്റൽസ്. ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ആയിട്ട് എന്ത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. എങ്ങനത്തെ ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്നത്? ഡയമണ്ട് വിത്ത് നൈട്രോജൻ വാലൻസി സെന്റേഴ്സ്. ഡയമണ്ട്സിന് എന്തായിരിക്കണം? നൈട്രോജൻ വാലൻസി സെന്റേഴ്സിലുള്ള ഡയമണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാനോ വയേഴ്സ് ഇൻക്ലൂഡിംഗ് സെമി കണ്ടക്ടർ ആൻഡ് സൂപ്പർ കണ്ടക്ടിങ് ആൻഡ് ടോപ്പോളജിക്കൽ നാനോ വയേഴ്സ്. നാനോ വയേഴ്സ് തന്നെ സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടൻസ് ഒക്കെ ആയിട്ടുള്ള നാനോ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡയമണ്ട്സ് ആണെങ്കിലോ ഡയമണ്ട്സ് വിത്ത് നൈട്രോജൻ വാലൻസി സെന്റേഴ്സ് ഉള്ള ഡയമണ്ട്സ് ആയിരിക്കും. മെറ്റൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അലുമിനിയം, നിയോബിയം ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെറ്റൽസ് ആയിട്ട്. മെറ്റൽസ് ലൈക്ക് അലുമിനിയം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാനോ വയേഴ്സ് ആയിട്ട് സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡയമണ്ട്സ് വിത്ത് നൈട്രോജൻ വാലൻസി സെന്റേഴ്സ് ഉള്ള ഡയമണ്ട്സ്. അപ്പൊ ഈ 3 മെറ്റീരിയൽസ് ആണ് ഡയമണ്ട്സ്, നാനോ വയേഴ്സ്, മെറ്റൽസ്. ഡയമണ്ട്സ് വിത്ത് നൈട്രോജൻ വാലൻസി സെന്റേഴ്സ്, നാനോ വയേഴ്സ് ലൈക്ക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അതുപോലെ തന്നെ മെറ്റൽസ് ലൈക്ക് അലുമിനിയം ഒക്കെയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയമണ്ട്സ്, നാനോ വയേഴ്സ്, മെറ്റൽസ് ലൈക്ക് അലുമിനിയം ഒക്കെയാണ് എന്ത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്. ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് നമുക്കറിയാം, അതിന്റെ 3 ആപ്ലിക്കേഷൻസ്. അല്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് ഡയഗ്രാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വർക്കിംഗ് ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന വർക്കിംഗ്, എന്തൊക്കെ പ്രോസസ്സസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻസും. അപ്പോൾ 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്തെന്ന്? ഡൈസെൻസിറ്റൈസർ എന്ന്. അപ്പൊ ഈ ഡൈസെൻസിറ്റൈസർ എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് അതിന്റെ വർക്കിംഗ് നോക്കാം. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഓക്കെ, ഇതാണ് ഡൈസെൻസിറ്റൈസറിന്റെ ഡയഗ്രാം. ഫസ്റ്റ് നടക്കുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടാം. സണ്ണ് കണ്ടു. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യും? ലൈറ്റ് എവിടേക്ക് പോകും? നമ്മുടെ ഡൈസെൻസിറ്റൈസ്ഡ് സെൽസ്ക്ക് എന്ത് പോകും? ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈറ്റ് അബ്സോർപ്ഷൻ ആൻഡ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ. അപ്പോ ഇവിടുന്ന് നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റ് മൊത്തം എന്ത് ചെയ്യും? നമ്മളിവിടെ ഡൈസ് ഉണ്ട്. ആ ഡൈ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഡൈ മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് പ്രോസസ് നടക്കുന്നത്. ഡൈസെൻസിറ്റൈസറിന്റെ വർക്കിംഗിൽ ഫസ്റ്റ് നടക്കുന്നത് എന്താണ്? നമ്മളൊരു സൺലൈറ്റിന്റെ പ്രസൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഡൈ മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസിനെ ലോവർ സ്റ്റേറ്റ്സിൽ നിന്ന് ഹയർ സ്റ്റേറ്റ്സിലേക്ക് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യിക്കും. നോക്കാം എന്താണ് ലൈറ്റ് അബ്സോർപ്ഷൻ ആണ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. വെൻ ഫോട്ടോൺസ് ഫ്രം ഇൻകമിംഗ് ലൈറ്റ് സ്ട്രൈക്ക് ദ ഡൈ മോളിക്യൂൾസ്. അതായത് ഇവിടെയുള്ള ഡൈ മോളിക്യൂൾസിന് എന്ത് ചെയ്യും? ഇവിടെ ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? ഈ ഡൈ മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദേ ആർ അറ്റാച്ച്ഡ് ടു ദ ടൈറ്റാനിയം ഡയോക്സൈഡ്. അപ്പോൾ ഇവരെന്താണ്? TiO2 ടൈറ്റാനിയം ഡയോക്സൈഡിനെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഡൈ മോളിക്യൂൾസ് അവിടെ നമ്മുടെ ഈ ഡൈസെൻസിറ്റൈസ്ഡ് സെൽസിൽ കിടക്കുന്നത്. ഈ സെൽസിൽ എങ്ങനെയാണ്? ടൈറ്റാനിയം ഡയോക്സൈഡിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഡൈ മോളിക്യൂൾസ് കിടക്കുന്നത്. ഓക്കെ, ആ ഡൈ മോളിക്യൂൾസിനെയാണ് ആര് വന്ന് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? നമ്മുടെ ലൈറ്റ്, സൺലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഇൻ ദ ഡൈ ആർ എക്സൈറ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഹയർ സ്റ്റേറ്റ്. അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ അവിടെ അനങ്ങാതെ അൺസ്റ്റേബിൾ ആയി നിൽക്കുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും. എന്താണ്? ലോവർ സ്റ്റേറ്റിൽ. ഓക്കെ, ലോവർ സ്റ്റേറ്റിൽ സ്റ്റേബിൾ ആയിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഹയർ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. എപ്പോഴ്? വെൻ ദ ലൈറ്റ് ഫ്രം ദ സൺ സ്ട്രൈക്സ് ഓൺ ദ ഡൈ മോളിക്യൂൾസ്. ആ ഡൈ മോളിക്യൂൾസ് എവിടെയാണ്? വിച്ച് ഈസ് നിയർ ടു ദ TiO2 സർഫസ്. അതായത് ടൈറ്റാനിയം ഡയോക്സൈഡ് സർഫസിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഡൈ മോളിക്യൂൾസിന് ആര് വന്ന് ലൈറ്റ് വന്ന് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെയുള്ള മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്. അപ്പൊ എന്താണ്? ഇവിടെയുള്ള ലൈറ്റ് വന്ന് അബ്സോർബ് ചെയ്തിട്ട് ഇവിടെയുള്ള മോളിക്യൂൾസിന് എന്ത് ചെയ്യും? ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും.
രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇലക്ട്രോൺ ഇഞ്ചക്ഷൻ. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തു, ഡൈമോളിക്യൂൾസ് ഇലക്ട്രോൺസ് ഒക്കെ ഹയർ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ദ ഇലക്ട്രോൺസ് ആർ റാപ്പിഡ്ലി ഇഞ്ചക്റ്റഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് ദ അഡ്ജസെന്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് സെമി കണ്ടക്ടർ ലെയർ. അതായത് ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇലക്ട്രോൺസ് മൊത്തം എന്ത് ചെയ്തു, അവിടുന്ന് എക്സൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഈ ഡൈമോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ അൺസ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ആ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഇപ്പുറത്ത് വേറെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഈ കണ്ടക്ഷൻ ബാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ടേക്ക് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദിസ് പ്രോസസ് ഓക്സിഡൈസസ് ദ ഡൈമോളിക്യൂൾ. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇത് ഡൈമോളിക്യൂൾസിന് ഓക്സിഡേഷൻ നടക്കും. ഡൈമോളിക്യൂൾസിന് ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രോൺ ഇഞ്ചക്ഷൻ ആണ് പറഞ്ഞത്. ദ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ആർ റാപ്പിഡ്ലി ഇഞ്ചക്റ്റഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ലൈറ്റിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തു, എക്സൈറ്റ് ആയി. ആ ഇലക്ട്രോൺസ് ഒക്കെ പോയിട്ട് എവിടേക്ക് പോകും, കണ്ടക്ഷൻ ബാൻഡ് പോയി ഇഞ്ചക്ട് ചെയ്യും. അവിടെ പോയി ഇഞ്ചക്ട് ചെയ്ത് അവിടെ സ്റ്റേബിൾ ആയി നിൽക്കും. ദിസ് പ്രോസസ് ഓക്സിഡൈസസ് ദ ഡൈമോളിക്യൂൾ. ആ പ്രോസസ് എന്ത് ചെയ്യും, ഡൈമോളിക്യൂൾസിനെ ഓക്സിഡൈസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അപ്പൊ ഇലക്ട്രോൺസ് ഒക്കെ ഇപ്പൊ എവിടെയാണ്, കണ്ടക്ഷൻ ബാൻഡിലാണ് ഉള്ളത്. അവർ ആദ്യം ഡൈമോളിക്യൂൾസിലായിരുന്നു. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ അവരൊക്കെ എന്ത് ചെയ്തു, എക്സൈറ്റ് ആയിട്ട് അവരൊക്കെ പോയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ പോയിട്ട് ഇഞ്ചക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആണ് ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ആൻഡ് കളക്ഷൻ. ഞാൻ ഇലക്ട്രോൺസ് ഒക്കെ മൂവ് ചെയ്യാൻ തുടങ്ങണം. എങ്ങനെ, ഇത് ഇഞ്ചക്റ്റഡ് ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ ദ നെറ്റ്വർക്ക് ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്. അതായത് ഇവിടെ ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇതിൽ കൂടെ ഒക്കെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് മൂവ് ചെയ്തു എവിടേക്ക്, ത്രൂ ദ നെറ്റ്വർക്ക് ടു ദ ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ്. അതായത് ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ്, ഇതാണ് ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ്. ആ ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങി. എവിടുന്ന്, കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന്. ഓക്കെ, ത്രൂ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോഡ്. അതായത് നമ്മളൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഇഞ്ചക്ട് ചെയ്ത ഇലക്ട്രോൺസ് ഒക്കെ ഇപ്പൊ കണ്ടക്ഷൻ ബാൻഡിലാണ് നിൽക്കുന്നത്. ആ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്പോർട്ട് നടക്കും. ഇലക്ട്രോൺസ് എങ്ങനെ എക്സൈറ്റ് ആയത്, ലൈറ്റിന്റെ പ്രസൻസിൽ എക്സൈറ്റ് ആയിട്ട് അവർ കണ്ടക്ഷൻ ബാൻഡിൽ പോയി ഇഞ്ചക്ട് ചെയ്ത് നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഡൈസെൻസിറ്റൈസർ സെല്ലിന് നമ്മൾ എനർജി കൊടുക്കുന്നത്. അതായത് ഒരു ഇലക്ട്രിക്കൽ പ്രസൻസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസ് ഇഞ്ചക്ട് ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നെറ്റ്വർക്ക് ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾസിലൂടെ എവിടേക്ക്, ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് നെറ്റ്വർക്ക് ഇലക്ട്രോഡ്സ് വഴി അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അവരെങ്ങനെ നടക്കും, ദെൻ ഫ്ലോ ത്രൂ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. അങ്ങനെ അവർ പോയി ഇലക്ട്രോഡ്സ് വഴി എന്ത് ചെയ്യും, എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ നമ്മുടെ ഡൈം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും. ജനറേറ്റിംഗ് ഇലക്ട്രിക് കറന്റ് ടു ദ പവർ ഓഫ് ലോഡ്. എന്നിട്ട് എന്ത് ചെയ്യും, അവര് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യും, കൊടുക്കും. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആൻഡ് കളക്ഷൻ. എന്താണ് നടക്കുന്നത്, നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ ഇപ്പോൾ എവിടെയാണ്, കണ്ടക്ഷൻ ബാൻഡിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇവരെന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ ഈ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്താണ് എന്ത്, ഇവിടെയാണ് നമ്മൾ ടൈറ്റാനിയം ഡയോക്സൈഡ് മോളിക്യൂൾസ്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് മോളിക്യൂൾസും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡും ഇവിടെ ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവരെന്ത് ചെയ്യും, ഇലക്ട്രോഡ് വഴി എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പോയിട്ട് അവരെന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഇതാണ് ഇവരെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് ഇവർ നടക്കുന്നത് എന്താണ്, ലൈറ്റ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ പോയി ഇഞ്ചക്ട് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കളക്ഷൻ നടക്കാൻ തുടങ്ങും. ഓക്കെ, ഇനി എന്താ, ഡൈ റീജനറേഷൻ. അപ്പൊ ഇലക്ട്രോൺസ് ഒക്കെ ഇപ്പോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഒക്കെ ഇത് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്ത് ഇതിനൊരു ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്തു. ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന എന്താണ്, ആ ഇലക്ട്രോൺസ് ഒക്കെ തിരിച്ച് ഡൈയിൽ തന്നെ പോയി ഡൈന്റെ റീജനറേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്താണ്, ആഫ്റ്റർ ദ ഇലക്ട്രോൺ ഈസ് ഇഞ്ചക്റ്റഡ് ദ ഓക്സിഡൈസ്ഡ് ഡൈമോളിക്യൂൾ ഈസ് റീസ്റ്റോർഡ് ടു ഇറ്റ്സ് ഒറിജിനൽ. അതായത് ആ ഓക്സിഡൈസ് ചെയ്തു, അതായത് ഇലക്ട്രോൺസ് ഒക്കെ പോയിട്ട് എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് ഒക്കെ റിമൂവ് ചെയ്ത് എന്താണ്, ഡൈമോളിക്യൂൾസ് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇഞ്ചക്ഷനും കൊടുത്ത് നമ്മൾ ഇലക്ട്രോൺസ് ഒക്കെ പാസ് ചെയ്ത് ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് തിരിച്ച് ഡൈമോളിക്യൂൾസ് ആയിട്ട് തന്നെ റീസ്റ്റോർ ചെയ്യും. ന്യൂട്രൽ സ്റ്റേറ്റ് ബൈ അക്സെപ്റ്റിംഗ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഇലക്ട്രോലൈറ്റ്. എങ്ങനെ, ഇതാണ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിൽ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് നമ്മൾ ഡൈമോളിക്യൂൾസ് എന്ത് ചെയ്യും, ന്യൂട്രൽ സ്റ്റേറ്റിക്ക്, അതായത്
ഫോമിലോട്ട് അവരിപ്പോ അൺസ്റ്റേബിൾ ഓക്സിഡേഷൻ നടന്ന് അവര് അൺസ്റ്റേബിൾ ആയി നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അവരെന്ത് ചെയ്യും, സ്റ്റേബിൾ ആകും. ഓക്കെ, വിച്ച് ടിപ്പിക്കലി കണ്ടെയ്ൻ അയോഡൈഡ് ആൻഡ് ട്രയോഡൈഡ് റിഡോക്സ് കപ്പിൾ. അതായത് നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ എന്തൊക്കെയുള്ളത്, അയോഡൈഡും ട്രൈ അയോഡൈഡ് മോളിക്യൂൾസ് ഒക്കെയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ളത്. ഈ ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോൺസിന് നമ്മുടെ ഡൈ മോളിക്യൂൾസ് എടുത്തിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ച് ഡൈ എൻ ആയിട്ട് റീജനറേറ്റ് നടക്കും. ഫസ്റ്റ് നടക്കുന്ന എന്താണ്, ലൈറ്റ് അബ്സോർപ്ഷൻ. ലൈറ്റ് അബ്സോർബ് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ആവും. എക്സൈറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ദേ വിൽ ഇൻജെക്ട് ഓൺ ദ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിൽ ഇൻജെക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഫുള്ള് ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഇതിൽ കൂടെ ഒക്കെ ഫുള്ള് ട്രാൻസ്പോർട്ട് ചെയ്യും ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പിലോ ഡൈ റീജനറേഷൻ. അപ്പൊ ഡൈസ് എന്താണ്, ഇപ്പൊ ഒരു അൺസ്റ്റേബിൾ ഫോമിലാണ്. കാരണം അവരുടെ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പൊ അവര് സ്റ്റേബിളായി ഡൈ റീജനറേഷൻ നടക്കുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അതെങ്ങനെയാണ്, നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള അയോഡൈഡ് അയോൺ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ഇവര് എടുത്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു സ്റ്റേബിൾ ഫോമിലോട്ട് പോരും, അതായത് ന്യൂട്രൽ ഫോമിലോട്ട് മാറും. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ആണ് ലാസ്റ്റ് ഇലക്ട്രോലൈറ്റ് റീജനറേഷൻ. അപ്പൊ ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ പോയില്ലേ, ആരെടുത്തു, ഡൈ എടുത്തു. അപ്പൊ ഇലക്ട്രോലൈറ്റ്സിൽ എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇലക്ട്രോലൈറ്റ്സിന്റെ റീജനറേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെയാണ്, ദ ഓക്സിഡൈസ്ഡ് ഇലക്ട്രോലൈറ്റ് സ്പീഷീസ് ഡിഫ്യൂസസ് ടു ദ കൗണ്ടർ ഇലക്ട്രോഡ്സ്. അപ്പൊ എന്ത് ചെയ്യും, അതൊക്കെ കൗണ്ടർ ഇലക്ട്രോഡ് ആയിട്ടുള്ള ഡൈലോട്ടൊക്കെ പോയി അല്ലെ, ഇലക്ട്രോൺസ് മൊത്തം എവിടേക്ക് പോയി, ഡൈലോട്ട് പോയി. അറ്റ് ദ കൗണ്ടർ ഇലക്ട്രോഡ്, ഇലക്ട്രോൺസ് റിട്ടേണിംഗ് ഫ്രം ദ എക്സ്റ്റേണൽ സർക്യൂട്ട് റെഡ്യൂസസ് ദ ട്രൈ അയോഡൈഡ് ബാക്ക് ഇൻ ടു അയോഡൈഡ്, കംപ്ലീറ്റിംഗ് ദ സൈക്കിൾ. അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറഞ്ഞത്, നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ എവിടെ പോയി, ഡൈയിൽ പോയി. ഓക്കെ, ഡൈയിലെ ഇലക്ട്രോൺസോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ ഉള്ള സമയത്ത് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതായത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഡൈയിലോട്ട് പോയി. ഡൈയിലുള്ള ഇലക്ട്രോൺസ് പുറത്തൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ എന്ത് ചെയ്യും, അവ തിരിച്ച് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. നമ്മൾ ഡൈയിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവർ സ്റ്റേബിൾ ആവും. മനസ്സിലായി? അതായത് ഡൈയിലുള്ള ഇലക്ട്രോൺസ് പുറത്ത് പോയപ്പോൾ ഡൈ അൺസ്റ്റേബിൾ ആയ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോൺസിന് അടുത്ത് സ്റ്റെബിലിറ്റി ആയി. ഇപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്തായി, അൺസ്റ്റേബിൾ ആയി നിൽക്കുകയാണ്. ഈ അൺസ്റ്റേബിൾ ആയി നിൽക്കുന്ന ഇലക്ട്രോൺസിന് ഇലക്ട്രോലൈറ്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ പുറത്തുള്ള ഇലക്ട്രോൺസ് വന്നിട്ട് ഇവരെ സ്റ്റേബിൾ ആക്കും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിനെ ഇങ്ങോട്ട് പോയി അബ്സോർബ് ചെയ്തു. ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഡൈയിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ പോയി അവർ അൺസ്റ്റേബിൾ ആയി. ഡൈ ഇപ്പൊ അൺസ്റ്റേബിൾ ഫോമിലാണ്, കാരണം ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അവർ ഇലക്ട്രോൺസ് ഒക്കെ പുറത്ത് പോയി. അങ്ങനെ ചെയ്തു, ആ ഇലക്ട്രോൺസ് ഫുള്ള് പോയിട്ട് ഈ കണ്ടക്ഷൻ ബാൻഡിൽ പോയി ഇൻജെക്ട് ചെയ്ത് നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു, മൂവ് ചെയ്യാൻ തുടങ്ങി, പുറത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ ഡൈ എന്താണ്, അൺസ്റ്റേബിൾ ആണ്, കാരണം അവിടുത്തെ ഇലക്ട്രോൺസ് പോയില്ലേ, അപ്പൊ അവർ അൺസ്റ്റേബിൾ ആണ്. ഇവർ അൺസ്റ്റേബിൾ ആയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ഇലക്ട്രോലൈറ്റിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്, അയോഡൈഡ് ഇലക്ട്രോൺസ് ഉണ്ട് നമ്മൾ ഇലക്ട്രോലൈറ്റില്. ഈ ഇലക്ട്രോൺസ് വെച്ചിട്ട് ഇവരെന്തായി, സ്റ്റെബിലിറ്റി ആയി ഡൈ. അപ്പൊ ഇവർ ഇലക്ട്രോൺസ് പോകുമ്പോൾ ഇലക്ട്രോലൈറ്റ് അൺസ്റ്റേബിൾ ആയില്ലേ. അപ്പൊ ഇലക്ട്രോലൈറ്റ് അൺസ്റ്റേബിൾ ആയപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മുടെ പുറത്ത് പോയ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റും സ്റ്റേബിൾ ആയി. ഇപ്പൊ നമ്മുടെ 3 പേരും സ്റ്റേബിൾ ആയി. ഡൈ സ്റ്റേബിൾ ആയി, ഇലക്ട്രോലൈറ്റും സ്റ്റേബിൾ ആയി. എങ്ങനെ ഡൈ സ്റ്റേബിൾ ആയത്, എങ്ങനെ, ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രോൺസ് വെച്ചിട്ട്. ഇലക്ട്രോലൈറ്റ് സ്റ്റേബിൾ ആയതോ ഡൈന്ന് പോയ ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ഇവരും സ്റ്റേബിൾ ആയി. അങ്ങനെ എന്ത് ചെയ്തു, ദ സർക്യൂട്ട് റെഡ്യൂസസ് ട്രൈ അയോഡൈഡ് ബാക്ക് ഇൻ ടു അയോഡൈഡ്. അപ്പൊ ട്രൈ അയോഡൈഡ് മോളിക്യൂൾസ് എന്തായി, അയോഡൈഡ് ആയിട്ട് മാറി. കംപ്ലീറ്റിംഗ് ദ സൈക്കിൾ ആൻഡ് മെയിൻറ്റെയിനിങ് ചാർജ് ബാലൻസ് വിത്തിൻ ദ സെൽ. എന്നിട്ട് അപ്പോൾ ചാർജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇലക്ട്രോൺസ് തിരിച്ച് വരും പോകും, അങ്ങനെ നിന്നുകൊണ്ടിരുന്നു. ദിസ് കണ്ടിന്യൂസ് സൈക്കിൾ അലോസ് DSSC ടു എഫിഷ്യൻ്റ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി കൺവേർട്ട് ലൈറ്റ്. അതാണ് ഈ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തത് എന്ത് ഡൈ ഫോം ചെയ്യുമ്പോഴും ഇലക്ട്രോലൈറ്റ് ഫോം ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ഡൈ സെൻസിറ്റൈസ്ഡ് ഇലക്ട്രോലൈറ്റിൽ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ഫോം ചെയ്യുന്നത്. ഈ മൂവ്മെന്റ്, ഇലക്ട്രോലൈറ്റ്സിന്റെ മൂവ്മെന്റ് വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ആര്, DSSC, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോറി, ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ്. അതായത് ഇലക്ട്രോൺസ് സ്റ്റെബിലിറ്റി അൺസ്റ്റേബിൾ ആയിക്കൊണ്ട് നിൽക്കാനില്ല, ആദ്യം ഡൈന്ന് ഇലക്ട്രോൺസ് പോയി ഡൈ അൺസ്റ്റേബിൾ ആയി. അങ്ങനെ ചെയ്തു, ഇലക്ട്രോലൈറ്റ്സിലെ ഇലക്ട്രോൺസിനെ എടുത്തിട്ട് ഡൈ സ്റ്റേബിൾ ആയി. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്തായി, അൺസ്റ്റേബിൾ ആയി. അൺസ്റ്റേബിൾ ആയി ഇലക്ട്രോലൈറ്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിട്ട് നമ്മളെ പുറത്ത് പോയ ഇലക്ട്രോൺസിനെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു, സ്റ്റേബിൾ ആയി. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് വഴിയാണ് എന്ത്, DSSC സോളാർ സെൽസിൽ എന്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലൈറ്റ് അബ്സോർപ്ഷൻ ആണ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ. ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്താണ്, ഹയർ സ്റ്റേറ്റിൽ നിന്ന്
ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലോട്ട് എന്താണ് ഇലക്ട്രോൺസ് എക്സൈറ്റ് ആയി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പോ ആ എക്സൈറ്റ് ആയ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തു കണ്ടക്ഷൻ ബാൻഡിൽ പോയിട്ട് ഇൻജെക്ട് ചെയ്തു. ഓക്കെ. തേർഡ് സ്റ്റെപ്പ് എന്താണ് ആ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തു ട്രാവൽ ചെയ്യാൻ തുടങ്ങി. എവിടെ കൂടെ ത്രൂ ദ നെറ്റ്വർക്ക് ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾ ടു ദ ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ്. അവർ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ തുടങ്ങി ഇലക്ട്രോൺസ്. എന്നിട്ട് എന്ത് ചെയ്തു ദേ ഫ്ലോ ത്രൂ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തു ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിക്ക് പോയി ത്രൂ ദ ഇലക്ട്രോഡ് ആൻഡ് ഒരു ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്തു അവിടെ ജനറേറ്റ് ചെയ്തു. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു എക്സ്റ്റേണൽ സർക്യൂട്ടിക്ക് പോയിട്ട് ഒരു ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്തു. ഇതാണ് ഇപ്പൊ നടന്നത്. ഇലക്ട്രോൺസ് ആദ്യം എക്സൈറ്റ് ചെയ്തു, പിന്നെ അവർ ഇൻജെക്ട് ചെയ്തു, പിന്നെ അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ നമ്മൾ ഡൈ എന്താണ് അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അൺസ്റ്റേബിൾ ആയ ഡൈനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അത് ഇവിടെ എന്താണ് അയഡൈഡ് ആണ് ഇലക്ട്രോലൈറ്റ്. ഈ അയഡൈഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്തു ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു. ഡൈയിലോട്ട് പോയിട്ട് ഡൈ എന്തായി സ്റ്റേബിൾ മോളിക്യൂൾസ് ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്താണ് അൺസ്റ്റേബിൾ ആണ്. ആ ഇലക്ട്രോലൈറ്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറത്തോട്ട് പോയ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ നമ്മുടെ ഡൈന്ന്, ആ ഇലക്ട്രോൺസ് ഒക്കെ ഇലക്ട്രോലൈറ്റിൽ വന്നിട്ട് ഇലക്ട്രോലൈറ്റ് എന്തായി സ്റ്റേബിൾ ആയി മാറി. ഈ ഒരു മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതും വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത് നമ്മുടെ ഡൈ സെൻസിറ്റൈവ് സോളാർ സെൽസ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് അവസാനം ഇലക്ട്രോലൈറ്റ് റീജനറേഷൻ വരെയുള്ള ഈ പ്രോസസ്സ് നടക്കുന്നത് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ സോളാർ സെൽസിന് ലൈറ്റ് കിട്ടുന്നത്. ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ലൈറ്റ്. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ മൊത്തം 5 സ്റ്റെപ്പാണുള്ളത്. എന്താണ് ഫസ്റ്റ് ലൈറ്റ് അബ്സോർപ്ഷൻ ആൻഡ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ. നെക്സ്റ്റോ ഇലക്ട്രോൺ ഇഞ്ചക്ഷൻ, എവിടെ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇഞ്ചക്ട് ചെയ്യും. നെക്സ്റ്റോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആൻഡ് കളക്ഷൻ, ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും മൊത്തം സർക്യൂട്ടിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഫസ്റ്റ് നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ആൻഡ് കണ്ടക്റ്റീവ് നമ്മുടെ ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവസാനം അവരെന്ത് ചെയ്യും എക്സ്റ്റേണൽ സർക്യൂട്ട് വരെ ഇലക്ട്രോൺസ് പാസ് ചെയ്യും. മൂന്നാമത്തതാണ് ഡൈ റീജനറേഷൻ. അതായത് ഡൈസ് എന്താണ് അൺസ്റ്റേബിൾ ആണ്. അവരെന്ത് ചെയ്യും ഇലക്ട്രോലൈറ്റിലുള്ള എന്താണ് ഇലക്ട്രോൺസ് വെച്ചിട്ട് സ്റ്റേബിൾ ആവും. എന്നിട്ട് അവരെന്ത് ചെയ്യും ഡൈസ് റീജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഇലക്ട്രോലൈറ്റ് റീജനറേഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് പോകുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്താവും അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും പുറത്തുള്ള എക്സ്റ്റേണലുള്ള ഇലക്ട്രോൺസിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും ഇലക്ട്രോലൈറ്റും റീജനറേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ് വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത് ലൈറ്റ് ഫോം ചെയ്യുന്നത്. എവിടെ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിൽ. അപ്പൊ ഇതിന്റെ വർക്കിംഗിൽ 5 സ്റ്റെപ്പാണ്. ലൈറ്റ് അബ്സോർപ്ഷൻ ആൻഡ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ, ഇലക്ട്രോൺ ഇഞ്ചക്ഷൻ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആൻഡ് കളക്ഷൻ, ഡൈ റീജനറേഷൻ, ഇലക്ട്രോലൈറ്റ് റീജനറേഷൻ. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് ഒന്ന് ആലോചിച്ചാൽ മതി. ആദ്യം ലൈറ്റ് വരുന്നു, ഇലക്ട്രോൺസ് എക്സൈറ്റ് ആവുന്നു, ഇലക്ട്രോൺസ് ഇഞ്ചക്ട് ചെയ്യുന്നു, പിന്നെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നു. ആ സമയത്ത് ഡൈ എന്താണ് അൺസ്റ്റേബിൾ ആണ്. ആ ഡൈസൊക്കെ എന്ത് ചെയ്യും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ഇങ്ങോട്ട് പോകും. അപ്പൊ ഇവര് സ്റ്റേബിൾ ആക്കുന്നു. അപ്പൊ ഇവരെന്തല്ല ഇവർ അൺസ്റ്റേബിൾ ആയി. ഇവര് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ ഫസ്റ്റ് പോയ ഇലക്ട്രോൺസിനെ ഇവരെടുത്ത് ഇവരും സ്റ്റേബിൾ ആവുന്നു. അപ്പൊ എല്ലാവരും സ്റ്റേബിൾ ആയി. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതില് ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ടല്ലേ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കാം. എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്. അപ്പൊ ഇവർ എന്തിലാവും സോളാർ സെൽസിലാവൂലെ യൂസ് ചെയ്യാം. അപ്പൊ നോക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പോർട്ടബിൾ സോളാർ ചാർജസ് ഫോർ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പൊ പോർട്ടബിൾ സോളാർ ചാർജസ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിൽ പോർട്ടബിൾ സോളാർ ചാർജസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആര് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്. അത് എവിടേക്കാണ് സ്മാർട്ട് ഫോൺസ് ടാബ്ലറ്റ്സിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. It can be used to power illuminated signs and displays in locations where access to electricity is limited. Electricity കുറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യും ലൊക്കേഷൻസൊക്കെ എന്താണ് സൈൻസും ഡിസ്പ്ലേസ് ആയിട്ടുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡൈ സെൻസിറ്റൈസ്ഡ് എന്താണ് സോളാർ സെൽസിനെ ഉപയോഗിക്കും. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ 2 ആപ്ലിക്കേഷൻസ് ആണ്. അതായത് പോർട്ടബിൾ സോളാർ ചാർജസ് ആയിട്ട് യൂസ് ചെയ്യും എന്തൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിലൊക്കെ. അതുപോലെ തന്നെ നമ്മൾ സയൻസ് ലൊക്കേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പവർ ഇലുമിനേറ്റഡ് സൈൻസ് ആയിട്ട് ഇവരെന്ത് ചെയ്യും യൂസ് ചെയ്യും. ഇത് രണ്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്. അതുപോലെ ഇതിന്റെ വർക്കിംഗിൽ 5 പ്രോസസ്സസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് വരുന്നു, ലൈറ്റ് വന്ന് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നു. ആ എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഒക്കെ എവിടേക്ക് പോകുന്നു കണ്ടക്ടൻസിൽ പോയിട്ട് അവരൊക്കെ അവിടെ എന്താവുന്നു അവിടെ പോയി ഇഞ്ചക്ട് ചെയ്യുന്നു. ആ ഇഞ്ചക്ട് ചെയ്ത ഇലക്ട്രോൺസ് ഒക്കെ പിന്നെ എന്ത് ചെയ്യും ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അവർ ഡൈ റീജനറേഷനും ഇലക്ട്രോലൈറ്റ് റീജനറേഷനും ഈ 5 സ്റ്റെപ്സ് ആണുള്ളത് എന്തില് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിൽ. ഓക്കെ,
ക്ലിയർ അല്ലേ? ഇത് കൺഫ്യൂഷൻ ആവരുത്. ആദ്യം എന്താണ് ഡൈസിൽ ഇലക്ട്രോൺസ് എന്താണ് ഇവിടുത്തെ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഇവർ സ്റ്റേബിൾ ആകുന്നത്. ഇലക്ട്രോലൈറ്റ്സ് സ്റ്റേബിൾ ആവുന്നത് പുറത്തുള്ള ഇലക്ട്രോൺസ് വെച്ചിട്ടുമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ബൈ റിഡക്ഷൻ. റിഡക്ഷൻ വഴി സിൽവർ നാനോ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നാനോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് സിൽവർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ റിഡക്ഷൻ ഓഫ് ദെയർ സൊല്യൂഷൻസ്. അതായത് അവരെ തന്നെ സൊല്യൂഷൻ, ഇപ്പൊ സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് പോലുള്ള സിൽവറിന്റെ സൊല്യൂഷൻസിന് എന്ത് നടക്കും, റിഡക്ഷൻ സംഭവിച്ചിട്ടാണ് എന്ത് നാനോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡും സിൽവറും ഉണ്ടാക്കുന്നത്. അപ്പൊ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് സോഡിയം ബോറോഹൈഡ്രേറ്റ്, അസ്കോർബിക് ആസിഡ്, ഗ്ലൂക്കോസ് തുടങ്ങിയവയാണ് നമ്മൾ എന്ത് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവർക്ക് അതുപോലെ തന്നെ വിത്ത് പ്രൊട്ടക്റ്റീവ് ഏജൻസ് ലൈക്ക് തയോൾ, ഗ്ലൂക്കോസ്. ഓക്കെ, തയോൾ, ഗ്ലൂക്കോസ് പോലുള്ള പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന എന്ത് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം ബോറോഹൈഡ്രേറ്റ്, അസ്കോർബിക് ആസിഡ് ഒക്കെയാണ്. അതുപോലെ വിത്ത് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ലൈക്ക് തയോൾ, ഗ്ലൂക്കോസ് പോലുള്ള പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് വെച്ചിട്ട് എന്താണ് സോഡിയം ബോറോഹൈഡ്രേറ്റ്, അസ്കോർബിക് ആസിഡ് ഒക്കെയാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജൻസ്. എവിടെ പ്രിപ്പറേഷൻ ഓഫ് സിൽവർ നാനോ പാർട്ടിക്കിൾസിന്റെ റിഡക്ഷനിൽ നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ എന്താണ് ഈ റിഡക്ഷന് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന് റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോ റിഡക്ഷൻ. ഒന്നെങ്കിൽ റിഡക്ഷൻ യൂസിങ് ഇലക്ട്രോ റിഡക്ഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോ റിഡക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡക്ഷൻ നടക്കും. എവിടേക്ക് സിൽവർ നാനോ പാർട്ടിക്കിൾസിന്റെ റിഡക്ഷൻ രണ്ട് മെത്തേഡാണ്. സിൽവർ റിഡക്ഷൻ എന്താണ് റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻസ് ആൻഡ് ഇലക്ട്രോ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് സിൽവറിലോട്ട് ഒരു ഇലക്ട്രോൺ വന്നിട്ട് എന്ത് നടക്കും, സിൽവർ ആയി മാറാണ്. നമുക്കറിയാം എന്താണ് നമ്മൾ സിൽവറിന്റെ AgNO3 സൊല്യൂഷനിൽ നമ്മൾ സിൽവർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ സിൽവർ പ്ലസിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, പ്യുവർ സിൽവർ ആയിട്ട് ഫോം ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. റിഡക്ഷൻ പ്രോസസ്സാണ് നമ്മുടെ എന്തിൽ നടക്കുന്നത്, സിൽവറിന്റെ പ്രിപ്പറേഷനിൽ നടക്കുന്നത്. അതായത് അതിന്റെ തന്നെ സൊല്യൂഷൻ ഇറ്റ്സ് റിഡക്ഷൻ ഒക്കേഴ്സ് ഇൻ ദെയർ ഓൺ സോൾട്സ്. അവരെന്നെ സോൾട്സിൽ എന്താണ് സൊല്യൂഷൻസിൽ എന്ത് നടക്കുകയാണ്, റിഡക്ഷൻ സംഭവിക്കുകയാണ്. പ്രിപ്പയർഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് ദെയർ ഓൺ സൊല്യൂഷൻസ്, അവരെന്നെ സൊല്യൂഷൻസിൽ. ഇതാണ് റിഡക്ഷൻ പ്രോസസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സിൽവർ. ഓക്കെ, നമ്മൾ പറഞ്ഞത് രണ്ട് മെത്തേഡ് വഴി നടക്കും, റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻസ് അല്ലെങ്കിൽ ഇലക്ട്രോ റിഡക്ഷൻ. അപ്പൊ നമുക്കിതിൽ ഫസ്റ്റ് മെത്തേഡ് നോക്കാം, റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻസ്. നമുക്കത് നോക്കാം. ഇലക്ട്രോ റിഡക്ഷൻ അല്ല, റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻസ്. ഫസ്റ്റ് മെത്തേഡ് ഒന്ന് നോക്കി നോക്കാം. എന്താണ് ഇതുവഴി നമ്മൾ എന്തുണ്ടാക്കും, സിൽവർ നാനോ പാർട്ടിക്കിൾസിന് ഉണ്ടാക്കുന്ന ഒരു റിഡക്ഷൻ മെത്തേഡാണ് എന്ത്, റെഡ്യൂസിങ് ഏജൻസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ റിഡക്ഷൻ നടത്താം. സിൽവർ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ടേക്കിംഗ് 60 ml ഓഫ് AgNO3 സൊല്യൂഷൻ. ഒരു ബീക്കർ എടുത്തിട്ട് ആ ബീക്കറിൽ നമ്മൾ എന്തെടുത്തു, AgNO3 സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, കവേർഡ് വിത്ത് എ വാച്ച് ഗ്ലാസ് ആൻഡ് ഹീറ്റർ ഇൻ ഹോട്ട് പ്ലേറ്റ്. അതെന്ത് നമ്മൾ വാച്ച് ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഹോട്ട് പ്ലേറ്റ് വെച്ചിട്ട് ഹീറ്റ് ചെയ്തു. അതായത് നമ്മൾ ഒരു ബീക്കറിൽ എന്ത് ചെയ്തു, AgNO3 സൊല്യൂഷൻ ഇട്ടു. അതെന്ത് ചെയ്തു, നമ്മൾ കവർ ചെയ്തിട്ട് ഒരു ഹോട്ട് പ്ലേറ്റ് വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യണം. അത് ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ സ്റ്റിർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഒരു മാഗ്നറ്റിക് സ്റ്റിറർ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിർ ചെയ്ത് ഹീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 6 ml ഓഫ് 10 millimolar ഓഫ് ട്രൈസോഡിയം സിട്രേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഡ്രോപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാൻ സംഭവിക്കും, എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു കളർ ചേഞ്ച് വരും. അത് എന്ത് കളറായി മാറും, ലൈറ്റ് ഗോൾഡൻ കളർ. എന്ത് കളറായി മാറും, ലൈറ്റ് ഗോൾഡൻ കളറായി മാറും. ഓക്കെ, ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യും, അതിനെ ബോയിൽ ചെയ്യുന്നതിന് മാറ്റിയിട്ട് അതിനെ കൂൾ ചെയ്യും. കൂൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അതിന്റെ സോൾവെന്റ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിൽവർ കിട്ടും. ആ സോൾവെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീസ് ഡ്രൈയിങ്. അതായത് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് സോൾവെന്റ്സിനെ മൊത്തം ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടും, പ്യുവർ സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ കിട്ടും. എങ്ങനെയാണ്, ആദ്യം നമ്മൾ AgNO3 സൊല്യൂഷൻ, അതായത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ കവർ ചെയ്തു, വാച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ട് അതിനെ ഹോട്ട് പ്ലേറ്റിലിട്ട് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലൊരു മാഗ്നറ്റിക് സ്റ്റിറർ ഉണ്ട്. മാഗ്നറ്റിക് സ്റ്റിറർ എന്തിനാ വെച്ചിരിക്കുന്നത്, കണ്ടിന്യൂസ് സ്റ്റിറർ കിട്ടാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് സ്റ്റിറർ വെച്ച് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അത് മെല്ലെ ഓപ്പൺ ആക്കിയിട്ട് ട്രൈസോഡിയം സിട്രേറ്റ് ഡ്രോപ്പ് വൈസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെയും അതിനെ ക്ലോസ് ചെയ്ത് ഒന്നും കൂടി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു കളർ ചേഞ്ച് നടക്കും. എന്ത് കളറായി മാറും,
ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ട് മാറും. ആ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്ത് ഇവിടെ സിൽവർ ഫോം ആയി. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പാരറ്റസിനെ തണുപ്പിക്കാൻ വെച്ചു, നമ്മളതിനെ കൂളായതോ കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അതിൽ ഒരുപാട് സോൾവെൻസ് ഉണ്ടായിരിക്കും. സോൾവെൻസ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിന് എന്ത് വേണം, പ്യുവർ നാനോ പാർട്ടിക്കിൾ ആണ് വേണ്ടത്, സിൽവർ നാനോ പാർട്ടിക്കിൾ ആണ് വേണ്ടത്. അപ്പൊ പ്യുവർ സിൽവർ നാനോ പാർട്ടിക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫ്രീസ് ഡ്രൈയിങ് ചെയ്തിട്ട് നമ്മൾ സോൾവെൻസിനെ റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പ്യുവർ നാനോ പാർട്ടിക്കിൾസിനെ കിട്ടി. ഇതാണ് റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ്. സിൽവർ പാർട്ടിക്കിൾസിന് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ തന്നെ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിക്ക് ട്രൈ സോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് കളർ ചേഞ്ച് സംഭവിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സിൽവർ കിട്ടുന്നത്. ഇതാണ് ഒരു മെത്തേഡ്, റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്, പ്രിപ്പറേഷൻ ഓഫ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ബൈ റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ വഴി എന്ത് നാനോ പാർട്ടിക്കിൾസ്, സിൽവർ നാനോ പാർട്ടിക്കിൾസിന്റെ ഫോർമേഷൻ ആണ്. അതിന് യൂസ് ചെയ്യുന്ന വൺ മെത്തേഡ് ആണ് എന്ത്, റെഡ്യൂസിങ് ഏജൻസ് യൂസ് ചെയ്തിട്ടുള്ള റിഡക്ഷൻ. വേറെ മെത്തേഡാണ് ഇലക്ട്രോ റിഡക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്, റെഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ റിഡക്ഷൻ. ഓക്കെ, ഇത്രയാണ് ഇത് സിൽവർ പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ള റിഡക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ സ്പിൻട്രോണിക്സ്? നെയിം എനി 2 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ സ്പിൻട്രോണിക്സ്. സ്പിൻട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത്, നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസസിൽ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത് എന്ത് വഴിയാണ്, ചാർജ് വഴിയാണ്. ഓക്കെ, ചാർജസ് വഴിയാണല്ലോ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതും അതിലുള്ള എന്ത് ബാക്കിയുള്ള അതിന്റെ പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഈ സ്പിൻട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിന് പുറമെ നമ്മൾ എന്ത് യൂസ് ചെയ്യാണ്, സ്പിൻ ഓഫ് ഇലക്ട്രോൺസ്. സ്പിൻ ഓഫ് ഇലക്ട്രോൺസ് വഴി ഇൻഫോർമേഷന്റെ പ്രോസസ്സിനൊക്കെ എന്ത് ചെയ്യാ, പാസ് ചെയ്ത് അവിടെ ഒരു ന്യൂജൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, സ്പിൻട്രോണിക്സ്. ചാർജസിന് പകരം സ്പിൻ ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്ത് അതിലുള്ള പ്രവർത്തനങ്ങൾ, ഒരു ഇലക്ട്രോണിക് ഡിവൈസസിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പിൻട്രോണിക്സ്. ഇവിടെ ചാർജസിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്, സ്പിൻ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ ഇത് എവിടെയൊക്കെയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ്, ലേസേഴ്സിലൊക്കെ നമ്മൾ എന്തുണ്ട്, മാഗ്നറ്റിക് സെൻസേഴ്സിലൊക്കെ നമ്മൾ സ്പിൻട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഈ ട്രാൻസിസ്റ്റേഴ്സിലും ലേസേഴ്സിലൊക്കെ എന്തുണ്ട്, ചാർജ് വഴിയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ, ചാർജസിന്റെ മൂവ്മെന്റ് ഒക്കെ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ സ്പിൻട്രോണിക്സിൽ എന്താ ചെയ്യുന്നത്, ഈ ചാർജസിന് പകരം സ്പിൻ ഓഫ് ഇലക്ട്രോൺസിന്റെ സ്പിന്ന് വഴി എന്ത് ചെയ്യുക, ഇതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മൂവ്മെന്റ്സ് ഒക്കെ നടക്കുക. ഇതാണ് സ്പിൻട്രോണിക്സ്. എന്താണ്, ദിസ് ടെക്നോളജി വർക്ക്സ് ബൈ സ്റ്റോറിംഗ് ഡാറ്റ യൂസിങ് ഡിറക്ഷൻ ഓഫ് ഇലക്ട്രോൺ സ്പിൻസ്. എന്ത് ചെയ്യും, ഇലക്ട്രോൺ സ്പിൻസിന്റെ ഡയറക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, ഇതിലുള്ള ഡാറ്റാസ് മുഴുവൻ സ്റ്റോർ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, മൂവിങ് ദിസ് ഇൻഫർമേഷൻ ത്രൂ ദ മെറ്റീരിയൽ വിത്ത് മൊബൈൽ ഇലക്ട്രോൺസ്. എന്ത് ചെയ്യും, ആ സ്പിൻ ഇലക്ട്രോൺസിലുള്ള ഒരുപാട് മൊബൈൽ ഇലക്ട്രോൺസ് ഉണ്ടാവല്ലോ, ആ ഇലക്ട്രോൺസിന്റെ കൂടെ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ എത്തും, ഡാറ്റ ടെർമിനലിൽ എത്തി റീഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ചാർജസ് ചെയ്യുന്ന അതേ പ്രവൃത്തി ആര് ചെയ്യാണ്, ഇലക്ട്രോൺസ് ചെയ്യുക. അതാണ് സ്പിൻട്രോണിക്സ്. അതായത് ചാർജസിന് പകരം ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സിലൊക്കെ ഉള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത്. നോക്കാം, ദ ടെക്നോളജി വർക്ക്സ് ബൈ സ്റ്റോറിംഗ് ഡാറ്റ യൂസിങ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രോൺ സ്പിൻസ്. അപ്പൊ ഡാറ്റാസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇലക്ട്രോൺ സ്പിൻസിന്റെ ഡയറക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസ് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഡാറ്റാസ് ഒക്കെ എന്താണ്, ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴി ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് നമ്മൾ ടെർമിനലിൽ എത്തിയിട്ട് ഡാറ്റാസ് മൊത്തം എന്ത് ചെയ്യും, റീഡ് ചെയ്യും. ഇവിടെ ചാർജസിന് പകരം ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് എന്ത്, സ്പിൻട്രോണിക്സ്. ഒരു ന്യൂ ജനറേഷൻ മെത്തേഡ് ആണ്. ഇതിപ്പോ ഒരു എന്ത് ചെയ്യും, ചാർജസിന് പകരം നമുക്ക് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അതാണ് സ്പിൻട്രോണിക്സ്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നെയിം എനി 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പിൻട്രോണിക്സ്. സ്പിൻട്രോണിക്സ് എന്താന്ന് മാത്രമല്ല അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. മെറ്റൽ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസ്. എന്താണ്, മെറ്റൽ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റൽ ബേസ്ഡ് ആവുമ്പോൾ മെറ്റൽ ഓക്സൈഡ് സച്ച് ആസ് മെഗ്നീഷ്യം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് ഒക്കെ പോലത്തെ സാധനങ്ങളാണ് നമ്മൾ മെറ്റൽ ഓക്സൈഡ് സ്പിൻട്രോണിക്സിൽ യൂസ് ചെയ്യുന്നത്. MgO, Al2O3, SrTiO3 പോലെയുള്ള സാധനങ്ങളാണ് മെറ്റൽ ബേസ്ഡ് സ്പിൻട്രോണിക്സിൽ യൂസ് ചെയ്യുന്നത്. ഈ സെമി കണ്ടക്ടർ ബേസ്ഡ് സ്പിൻട്രോണിക്സിലോ ടെർണറി അലോയ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സച്ച് ആസ് indium arsenic and gallium arsenic alloyed with manganese, cobalt, iron and boron. അതുപോലെ തന്നെ gallium, iron and nitrogen. Okay,
ഇത് വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? സെമി കണ്ടക്ടർ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസ്. ഇവിടെ എന്താണ്? ടെർണറി അലോയ്സ് സച്ച് ആസ് ഇൻഡിയം ആഴ്സനിക് ആൻഡ് ഗാലിയം ആഴ്സനിക് അലോയ്ഡ് വിത്ത്, അതായത് എന്തെല്ലാം ഒരുപാട് മെറ്റൽസിന് വെച്ചിട്ട് എന്താണ് അലോയ് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ്? മാംഗനീസ്, കൊബാൾട്ട്, അയേൺ, ബോറോൺ, അതുപോലെ തന്നെ ഗാലിയം, അയേൺ ആൻഡ് നൈട്രജൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ മെറ്റീരിയൽസ്. ഒന്ന് മെറ്റൽ ബേസ്ഡ് സ്പിൻട്രോണിക് ഉണ്ട്, സെമി കണ്ടക്ടർ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഇതാണ് സ്പിൻട്രോണിക്. സ്പിൻട്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചാർജസിന് പകരം ഇലക്ട്രോൺസിന്റെ സ്പിന്ന് വഴി ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്തിട്ട് എന്താണ് ഇൻഫോർമേഷൻസ് ഒക്കെ ടെർമിനൽ റീഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പിൻട്രോണിക്സ്. അത് ട്രാൻസിസ്റ്റേഴ്സ്, സെൻസേഴ്സിൽ, അതുപോലെ തന്നെ എന്താണ് ലേസേഴ്സിലൊക്കെ നമ്മളിപ്പോ എന്താണ് ചാർജസിന് പകരം സ്പിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനാണ് ഈ ഒരു മെത്തേഡ്, ഈ സ്പിൻ ഓഫ് ഇലക്ട്രോൺസ് വഴി എന്താണ് ഇതിലൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സ്പിൻട്രോണിക്സ് എന്ന് പറയാം. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ആണ്. മെറ്റൽ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ബേസ്ഡ് സ്പിൻട്രോണിക് മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്പിൻട്രോണിക്സും അതിലുള്ള മെറ്റീരിയൽസും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും നോക്കുക, നോട്ട് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.